പല സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അൻവർ ബാബു എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു വിജയിച്ച താരപുത്രന്മാരെക്കുറിച്ച്. ഞാൻ പരാജയപ്പെട്ട താരപുത്രന്മാരെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ അൻവർ ബാബു പറഞ്ഞു നിങ്ങൾ വിജയിച്ച താരപുത്രന്മാരെക്കുറിച്ചും പറയണം. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് വിജയിച്ച താരപുത്രന്മാരെക്കുറിച്ചും പറയാം, പരാജയപ്പെട്ട താരപുത്രന്മാരെക്കുറിച്ചും പറയാം. അതിൽ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് വിജയിച്ച താരപുത്രൻ രാജ് കപൂറാണ്. അതായത് പൃഥ്വിരാജ് കപൂറിൻ്റെ മകൻ സൂപ്പർ സ്റ്റാറായി. പൃഥ്വിരാജ് കപൂറിൻ്റെ 3 മക്കളും ഫേമസായി: രാജ് കപൂർ, ഷമ്മി കപൂർ, ശശി കപൂർ. പിന്നീട് ഇന്ത്യയിൽ പ്രശസ്ത താരപുത്രൻ വരുന്നത് ഋഷി കപൂറാണ്. അതായത് ബോബിയിലൂടെ രാജ് കപൂറിൻ്റെ മകൻ. പിന്നെ രാജ് കപൂറിൻ്റെ വേറൊരു മകനും പ്രശസ്തിയിലേക്ക് വന്ന് രൺധീർ കപൂർ. പക്ഷെ അത് ഏവറേജ് നടനാണ്. ഏവറേജിനെ കുറിച്ചും പറയാം. ഋഷി കപൂർ ഫേമസായി, രൺധീർ കപൂർ ഏവറേജ്. മൂന്നാമത്തെ മകൻ രാജീവ് കപൂർ വൻ പരാജയം. 2 പടത്തിൽ അഭിനയിച്ച് പോയി. ശശി കപൂറിൻ്റെ മോൻ അഭിനയിച്ചിട്ട് അതും പരാജയമായിരുന്നു. പിന്നീട് ഇന്ത്യ സിനിമ കാണുന്ന പ്രശസ്തനായ താരപുത്രനാണ് സഞ്ജയ് ദത്ത്, സുനിൽ ദത്തിൻ്റെ മകൻ. സൂപ്പർ സ്റ്റാർ പദവിയിലവരെത്തി. സൂപ്പർ സ്റ്റാർ പദവിയിൽ ഒരു പടി താഴെത്തിയ എന്തൊക്കെയോ കേസ് വന്ന് സഞ്ജയ് ദത്തിന് പിന്നെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ആ കൽനായ്ക്കൽ ഇറങ്ങിയ സമയത്ത് സൂപ്പർ താര പദവിയിലേക്ക് എത്തിയതാണ്. അനിൽ കപൂറിനെ പോലെ പറ്റിപ്പോയി. അനിൽ കപൂർ അങ്ങനെ സൂപ്പർ താര പദവിയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു പടിയേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല. എന്നാൽ ഫേമസ് നടന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുക. ഈ സഞ്ജയ് ദത്ത് ഏറ്റവും നല്ല ഫേമസ് ആയ നടൻ, സൂപ്പർ താരം തന്നെ പറയാം ശരിക്കും. പിന്നെ ധർമ്മേന്ദ്രയുടെ മകനും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ലെങ്കിലും ഫേമസ് ആയി, സണ്ണി ഡിയോൾ. ബോബി ഡിയോൾ പരാജയമാണ്. പിന്നെ ഫേമസ് ആകുന്നതാണ് രാജേന്ദ്രകുമാറിൻ്റെ മകൻ കുമാർ ഗൗരവ്. കുമാർ ഗൗരവ് ആവറേജാണ്. ഫേമസ് ആവുമെന്ന് വിചാരിച്ച് ആദ്യത്തെ പടം തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്, ലവ് സ്റ്റോറി. യാദ് രഹി ഹേ തേരി യാദ് രഹി ഹേ എന്നുള്ള പാട്ടെല്ലാം നല്ല അടിപൊളിയാക്കി പാട്ട് പിന്നെ വരുന്ന പടങ്ങളെല്ലാം ആവറേജായി. അപ്പോൾ കുമാർ ഗൗരവ് ആവറേജ്. പിന്നെ ദേവാനന്ദിൻ്റെ മകൻ, ദേവാനന്ദനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ദേവാനന്ദിൻ്റെ മകനെ നടനാക്കി. വൻ പരാജയം. പടം പൊട്ടിപ്പാളീസായി, പിന്നെ കണ്ടിട്ടില്ല. അത് രാജ്കുമാറിൻ്റെ മകൻ 1-2 പടത്തിൽ അഭിനയിച്ചിരുന്നു, നായകനായിട്ടില്ല, സൈഡ് റോളിൽ, അതും പരാജയം. പിന്നെ അമിതാഭ് ബച്ചൻ്റെ മകൻ അഭിഷേക് വന്നിട്ട് ഇരിക്കും മുമ്പേ കാല് കിട്ടുന്നവരുടെ കളിയായിരുന്നു. അമിതാഭ് ബച്ചനെക്കാളും വലിയ ആളാൻ വേണ്ടിയിട്ടാണ് വന്നത്. കളിയിൽ അമിതാഭ് ബച്ചൻ കളിക്കുന്ന അവർ കളിക്കൽ, അമിതാഭ് ബച്ചൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡോട് സ്റ്റണ്ട് അതുപോലെ ചെയ്തിട്ട് നോക്കി, ഒന്നും നടക്കുന്നില്ല. അമിതാഭ് ബച്ചൻ ഓടുന്ന ഒരു ഓടുമ്പോൾ അമിതാഭ് ബച്ചൻ സ്റ്റൈലിൽ ഓടൽ, സ്വന്തം ശൈലിയിൽ അഭിനയിക്കാണ്ട് അമിതാഭ് ബച്ചൻ പോലെ ആകാൻ നോക്കി. അച്ഛനാരെ പുറത്തിരുന്ന് വെച്ചിട്ട് മകന് തായമ്പ് കാണൂലല്ലോ, വൻ പരാജയം. പിന്നെ ജിതേന്ദ്രൻ്റെ മകൻ തുഷാർ കപൂർ, അതും പരാജയം. വിനോദ് ഖാൻ്റെ മകൻ അക്ഷയ് ഖാൻ, അതും പരാജയം. പിന്നെ ഋഷി കപൂറിൻ്റെ മകൻ ഫേമസായി, രൺബീർ കപൂർ, നല്ല നടനായി ഫേമസായി. പിന്നെ ജാക്കി ഷറഫിൻ്റെ മകനുണ്ട് ഇപ്പം വന്ന്, പേര് മറന്നുപോയി, എന്തോ ഒരു പേരാണ്, ഒരു പുതിയ നാട്ടിൽ കേൾക്കാത്തൊരു പേരാണ്. അത് ആവറേജ്, വലിയ പേരൊന്നുമില്ല, എന്തോ ഒരു പേരുണ്ട്, കരാട്ടെല്ലാം അറിയുന്നു. പിന്നെ നമുക്കിതെല്ലാം ഇന്ത്യനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് തമിഴിനെ കുറിച്ച് പറയാം. തമിഴിൽ ഏറ്റവും ഫേമസ് ആയത് ശിവകുമാറിൻ്റെ മക്കളാണ്, സൂര്യയും കാർത്തിക് 2 പേരും ഫേമസായി. പിന്നെ മുത്തുരാമൻ്റെ മകൻ കാർത്തിക് ആവറേജാണ്. അതുപോലെ ശിവാജിയുടെ മകൻ പ്രഭു ആവറേജാണ്. ആകെ ഒരു ചിന്നത്തമ്പിയുണ്ട്, പിന്നെ ബാക്കിയെല്ലാം കണക്കന്നെ. ഒരു വിജയകാന്തിനെ പോലെയോ സത്യരാജിനെ പോലെയോ ആയിട്ടില്ല. സത്യരാജിൻ്റെ ഇതായ സത്യരാജിൻ്റെ മകൻ വൻ പരാജയം. രവിചന്ദ്രൻ്റെ മകനുണ്ട്, ഒരു പടത്തിൽ അഭിനയിച്ചത് മലയാളത്തിൽ, 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പരാജയപ്പെട്ടു. ആ ഒരു പടത്തോട് പിന്നെ ആളെ കണ്ടിട്ടില്ല. ഷീലയുടെ മകൻ എന്നാണ് പറയുന്നത്. ശരിക്കും രവിചന്ദ്രൻ്റെ അച്ഛൻ്റെ പേരിലാണ് സാധാരണ അറിയപ്പെടും. ഇപ്പോൾ സുകുമാരൻ്റെ മകൻ എന്ന് പറയില്ല, പൃഥ്വിരാജിന് അറിയപ്പെടും. മല്ലികയുടെ മകൻ എന്ന് ആരെങ്കിലും പറയുന്നുണ്ട്. നസീർ സാറിൻ്റെ മകന്
നസീർ സാറിൻ്റെ മകൻ എന്നല്ല പറയുന്നത്. നസീർ സാറിൻ്റെ ഭാര്യൻ്റെ മകൻ എന്ന് പറയുന്നില്ല, അത് ഭാര്യൻ്റെ പേര് ഫാബി, അങ്ങനെ എന്തോ ആണ്, ഫാബിൻ്റെ മകൻ എന്നാ പറയുക. ഇത് ഷീലയുടെ മകൻ. അപ്പോൾ അച്ഛൻ്റെ മകൻ പണ്ട്, രവിചന്ദ്രൻ്റെ മകൻ പണ്ട്. ഷീലാങ്കിൽ അച്ഛനില്ലാത്ത ഷീലക്ക് തന്നാലെ വന്ന മകനായി വാർത്ത സംസാരിക്കുക ചാനലിൽ. എൻ്റെ മകനുള്ളതുകൊണ്ട് അഭിനയം നിർത്തി, എൻ്റെ മകൻ അങ്ങനെയാണ്. മകൻ്റെ അച്ഛനെക്കുറിച്ച് പറയില്ലൊന്നും. മകൻ ഇടുന്ന പിന്നെ പൊട്ടിമുളച്ച മാതിരി ഷീലൻ്റെ വയറ്റിൽ മക എവിടുന്ന് പൊട്ടിമുളച്ചതുപോലെ. അത് അച്ഛൻ്റെ പേര് അതിനോടൊക്കെ ചേർക്കണ്ടേ. ഷീലൻ്റെ എല്ലാം അഹങ്കാരം എന്നത്. അപ്പോൾ അതുപോലെ തന്നെ മകൻ എവിടെയെത്തിയിട്ടില്ല. പിന്നെ ഒരു ഫേമസ് ആദ്യത്തെ നടനാണ് മലയാളത്തിൽ. ഇനി നമുക്ക് ഫേമസ് ആയതുപോലെ സുകുമാരൻ്റെ മക്കൾ രണ്ടും ഫേമസായി. ശിവകുമാറിൻ്റെ മക്കൾ രണ്ടും ഫേമസ് ആയതുപോലെ സുകുമാരൻ്റെ മക്കൾ രണ്ടും ഫേമസായി, പൃഥ്വിരാജും ഇന്ദ്രജിത്തും. പിന്നെ ബാലങ്കേ നേരം മകൻ നല്ല നടനാണ്, പക്ഷേ വില്ലൻ റോളിലേക്ക് പോയിട്ട് ബാലങ്കേ നേരം മകൻ എന്തായാലും ഒരു ആവറേജ് നടൻ. KP ഉമ്മറിൻ്റെ മകൻ വൻ പരാജയം. അതിനൊന്നും നടനാക്കാൻ ആ ഭാഗത്തെ അടുപ്പിക്കാൻ പറ്റില്ല സിനിമ നടൻ എന്നുള്ള നിലയിൽ. സോമൻ്റെ മകൻ സജി സോമൻ ഞാൻ സൂപ്പർ സ്റ്റാറിലാവുമെന്ന് ഞാൻ കരുതിയിരുന്നു. സോമൻ്റെ മകൻ വരുന്നത് വിചാരിച്ചിട്ട്. സോമൻ്റെ അതേ കട്ടാണ്, അതേ ലുക്ക്. ശരിക്കും ശ്രമിച്ചാൽ നല്ല നടനാകാൻ പറ്റുമായിരുന്നു, പക്ഷെ പരാജയപ്പെട്ടു. പിന്നെ ഉള്ളതാര് പ്രണവ്, വൻ പരാജയം. ദുൽഖർ ആവറേജ്. പിന്നെ മലയാളത്തിലാരുള്ളത് കാളിദാസ് ജയറാമിൻ്റെ വൻ പരാജയം. സുരേഷ് ഗോപിൻ്റെ രണ്ട് മക്കളും വൻ പരാജയം. അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിലും തമിഴിലെല്ലാം താരപുത്രന്മാരിലും അധികം പരാജയം തന്നെ. ആകെ ഒരു പൃഥ്വിരാജും ഇന്ദ്രജിത്തും പിന്നെ സൂര്യയും കാർത്തിയും മാത്രമേ സൗത്ത് ഇന്ത്യയിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇന്ത്യയിൽ കുറേ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ.